Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി നാടൻ സ്റ്റൈൽ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നല്ല ഈസി റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. നല്ല തനി നാടൻ പെപ്പർ ചിക്കൻ റെസിപ്പി. അപ്പോൾ മമ്മിനോട് ചോദിക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ തനി നാടൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ആദ്യം ഇങ്ങനെ 10-20 ചെറിയുള്ളി തോല് കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10-20 ആവശ്യമുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ചിക്കനാണ്. ചിക്കൻ ഒരു 3/4 കിലോ ഉണ്ട്. ഇത് 750 grams ആണ്. ചിക്കനിലേക്ക് നമുക്കിനി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെറിയുള്ളി ചതച്ചത്, നേരത്തെ എടുത്ത ചെറിയുള്ളി നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം മിക്സർ ജാറിൽ ഇട്ടിട്ട്. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ ചെറിയ ജീരക പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. ഇത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിത് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ചിക്കനൊക്കെ വേവണ വരെ, എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിയണ വരെ നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വേവണം, നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തള വന്നിട്ടുണ്ട്, ഓയിലൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയും ഒരു 10 മിനിറ്റ്, ഒരു 5-8 മിനിറ്റ് നമുക്കിത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് വീണ്ടും നമുക്കിത് തിളപ്പിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നന്നായിട്ട് കുറുകണ വരെ. നമുക്ക് കറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ചെയ്യാം. വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ കറി 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. നമ്മൾ പെപ്പർ ചിക്കൻ, ഈസി പെപ്പർ ചിക്കൻ, തനി നാടൻ പെപ്പർ ചിക്കൻ റെഡിയാണ്. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടക്കൊക്കെ പറ്റിയ ഡിഷാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്, ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.